ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ചിന്മയം വ്യാപി യത്സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യ. ഹരി ഓം. ന്യായമായ രണ്ട് സംശയങ്ങൾ വന്നിട്ടുണ്ട് ഗീതാധ്യാന ശ്ലോകത്തിനിടയിൽ. വാസ്തവത്തിൽ ധ്യാന ശ്ലോകം പറയുമ്പോൾ അത്ര നിർബന്ധമില്ല, എങ്കിലും ചോദിച്ചത് ന്യായമായ ചോദ്യങ്ങളായതുകൊണ്ട് മറുപടി പറയുന്നു, ബന്ധപ്പെട്ടതായതുകൊണ്ട്. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി എന്നുള്ള ശ്ലോകം, അത് ബന്ധിച്ചാണ് ഒരു ചോദ്യം, ഒരു സംശയം. ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരണം എന്നാണ് ആവശ്യം. പക്ഷേ സന്ദർഭം കിട്ടും, ചിലപ്പോഴൊക്കെ അർജുന വിഷാദ യോഗത്തിലും കിട്ടും, പിന്നീട് കിട്ടില്ല. പിന്നെ ഗീതാ സന്ദേശമല്ല ഇതൊന്നും. ഗീതാ സന്ദേശം വരുന്നത് 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം മുതൽ മാത്രമാണ്. ഇതൊക്കെ പശ്ചാത്തലമാണ്. ഗീതയില്ലെങ്കിൽ മഹാഭാരതം ഒരു നല്ല നീണ്ട നോവലാകുമായിരുന്നു. ഗീത മാത്രം, ഭാരതമില്ലാത്ത ഗീതയാണെങ്കിൽ ഒരു ഡ്രൈ വേദാന്തിക് ടെക്സ്റ്റായി പോകും. ഡ്രൈ അല്ല, നല്ലൊരു വേദാന്തിക് ടെക്സ്റ്റാവും. രണ്ടും കൂടി ചേരുമ്പോൾ ഗംഭീരമായി. മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗീത, പശ്ചാത്തലം മാത്രമാണ് മഹാഭാരത കഥ. മഹാഭാരതത്തെ വിസ്തരിക്കാൻ ഇതിൽ കൂടി സാധിക്കില്ല. പക്ഷെ ചോദിച്ചതുകൊണ്ട് ചിലത് പറയാം, ചുരുക്കി പറയാം. ജയദ്രഥനെക്കുറിച്ച് ചോദിച്ചത് പ്രസക്തിയുണ്ട്. കാരണം ഭീഷ്മരും ദ്രോണരൊക്കെ പോപ്പുലറാണ്. അത്ര പോപ്പുലറല്ലോ ജയദ്രഥൻ, അതുകൊണ്ട് അത് പറയാം. സിന്ധുരാജനാണ് ജയദ്രഥൻ, പരാക്രമശാലിയാണ്, ബൃഹൽക്കായൻ്റെ പുത്രനാണ്. അച്ഛൻ നീണ്ടകാലം വ്രതങ്ങളും തപസ്സുമൊക്കെ അനുഷ്ഠിച്ച് ഉണ്ടായ സന്താനമാണ് ജയദ്രഥൻ. ജനിച്ചപ്പോൾ തന്നെ ഒരു അശരീരി ഉണ്ടായത്രേ. ഇവൻ്റെ തല ആര് നിലത്ത് പതിപ്പിക്കുമോ അവൻ്റെ തല ഉടൻ 100 പൊട്ടിത്തെറിക്കും. അച്ഛൻ വളരെ സന്തുഷ്ടനായി. ബാല്യത്തിൽ തന്നെ ജയദ്രഥനെ രാജ്യഭാരം ഏൽപ്പിച്ച് അച്ഛൻ തപസ്സിനായി സമന്തവഞ്ചകത്തിലേക്ക് പോയി. ഇതാണ് കഥ. പിന്നീട് ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഈ ജയദ്രഥൻ്റെ തല നിലത്ത് വീഴരുത് എന്നത്. അതിൽ പിന്നെ ഒരു ശാപമോക്ഷം എന്താ വെച്ചാൽ അച്ഛൻ്റെ മടിയിൽ ചെന്ന് പെടണം ആ തല. എങ്കിൽ ജയദ്രഥൻ്റെ വധിച്ച ആൾക്ക് ആപത്ത് വരില്ല എന്നും. ദുര്യോധൻ്റെ ഏക സഹോദരിയല്ലേ ദുശ്ശള, ആ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. പാണ്ഡവരുടെ ബദ്ധശത്രുവായിരുന്നു ജയദ്രഥൻ എന്നും. അത് ഒരു കാരണം പറയണത് ദ്രൗപദി സ്വയംവരത്തിൽ ജയദ്രഥനും പങ്കെടുത്തിരുന്നു. ദ്രൗപദിയോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ഈ സിന്ധുരാജന്. എങ്ങനെയെങ്കിലും ദ്രൗപദിയെ സ്വന്തമാക്കണം, അതിന് തക്കം പാർത്തിരിക്കുകയായിരുന്നു ജയദ്രഥൻ ഇക്കാലം അത്രയും. അതിനൊരു സന്ദർഭം കിട്ടി. വനവാസകാലത്ത് ജയദ്രഥൻ ഇതിൽ ശ്രമിച്ചു. ത്രികർത്തരാജൻ കോടിയാസനെ ദൂതനായി അയക്കുന്നുണ്ട് ജയദ്രഥൻ പലതവണ. ഇതിന് പാഞ്ചാലിയോട് തൻ്റെ ഗുണഗണങ്ങൾ കീർത്തിച്ച് പാഞ്ചാലിയെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് വശത്തിലാക്കാനുള്ള ശ്രമമായിരുന്നു അത്. ആ ശ്രമമൊക്കെ വൃഥാവിലായിപ്പോയി. ജയദ്രഥൻ എന്നിട്ടും വിട്ടില്ല. അങ്ങനെയാണല്ലോ, മനസ്സൊന്നിലൂന്നിയാൽ അതിനെ എടുക്കാൻ വിഷമമാണല്ലോ. പഴയ തരുവല്ലി മാറ്റിടാം, പുഴയൊഴുകും വഴി വേറെയാക്കിയിടാം, കഴിയുക മനസ്സ് ഒഴിവത ശക്യം ഒരാളിലൂന്നിയാൽ. ഇതേമാതിരി തന്നെയാണ് പുരുഷന്മാർക്കും. പിന്നെ വിടുവിക്കാനാവില്ല. തൻ്റെ നിലയും വിലയും മറക്കും. ഇവരുടെ സഹോദരി ഭർത്താവാണെന്നുള്ള കാര്യമൊക്കെ മറന്നു. കാമ്യവനത്തിൽ വെച്ച് ജയദ്രഥൻ പാണ്ഡവരില്ലാത്ത സമയത്ത്, ഭർത്താക്കന്മാരില്ലാത്ത സമയത്ത് പാഞ്ചാലിയെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി. പാണ്ഡവ പുരോഹിതൻ ധൗമ്യൻ ജയദ്രഥനെ പിന്തുടർന്നു. അധികം താമസിയാതെ പാണ്ഡവർ അന്വേഷിച്ച് പിന്നാലെ പാഞ്ഞെത്തി. പിന്നെ ഒരു പൊരിഞ്ഞ യുദ്ധം ജയദ്രഥനും പാണ്ഡവരും തമ്മിൽ. അവസാനം ജയദ്രഥനെ ബന്ദിയാക്കി. ഭീമസേനൻ ജയദ്രഥനെ നല്ലപോലെ ദേഹോദ്രവം ചെയ്തു, അപമാനിച്ചു. മുടി ക്ഷൗരം ചെയ്ത് വെറും 5 മുടികൾ മാത്രം നിർത്തി. അതാണ് വലിയൊരു അപമാനം. പക്ഷേ അജാതശത്രു ആയ ശത്രുഗുണ പ്രധാനിയല്ലേ യുധിഷ്ഠിരൻ, അദ്ദേഹം ഇടപെട്ട് ജയദ്രഥനെ മോചിപ്പിച്ചു. ഇതാണ് ആ കഥ ചുരുക്കത്തിൽ. അഭിമന്യുവധത്തിനും ഒരു നിമിത്തമായിരുന്നു ജയദ്രഥൻ.
എല്ലാവരും ചേർന്നാണ് കൊന്നതെങ്കിലും അതിന് പ്രധാനി അല്ലെങ്കിൽ മുഖ്യ കാരണക്കാരൻ എന്ന് പറയാം വേണമെങ്കിൽ ജയദ്രഥനെ. ജയദ്രഥൻ മാത്രമല്ല കേട്ടോ, പലയിടത്തും ഭാരതത്തിൽ പലരെ പേര് പറയുന്നുണ്ട്. ദുശാസനെയും പറയുന്നുണ്ട്. ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ ജയദ്രഥനാണ് എന്ന് പറയുന്നുണ്ട്. അതീവ ക്രുദ്ധനായിരുന്നു അർജുനൻ. ജയദ്രഥൻ്റെ തല ഭൂമിയിൽ ഉരുളണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ന് അർജുനനൊരു പ്രതിജ്ഞ എടുത്തു. അല്ലാത്ത പക്ഷം താൻ ജീവത്യാഗം ചെയ്യുമെന്നും പറഞ്ഞു. സൂര്യാസ്തമയം സന്നിഹിതമായി, എന്നിട്ടും ഇത് സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ എന്തു ചെയ്യും? ഭഗവാൻ ഭക്തപരാധീനല്ലേ, ഭക്തൻ്റെ പ്രതിജ്ഞ പാലിക്കാനുള്ളൊരു കടമയുണ്ടല്ലോ. ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് സൂര്യമണ്ഡലത്തെ മറച്ചു. പ്രകാശം മങ്ങി ഇരുട്ടായ പോലെ തോന്നി. ജയദ്രഥൻ അതുവരെയും കൗരവരുടെ മധ്യത്തിൽ നിൽക്കായിരുന്നു. അവരെ കൂടി ജയദ്രഥനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. ഇപ്പോൾ ജയദ്രഥൻ ആ വലയം ഭേദിച്ച് പുറത്ത് കടന്ന് ആഹ്ലാദിക്കുകയായിരുന്നു കൗരവരൊക്കെ. കാരണം ഇനിയിപ്പോൾ അർജുനൻ തീ ചടയും മരിക്കണമല്ലോ. ഭഗവാൻ ചക്രം പിൻവലിച്ചു ഉടനെ അർജുനൻ ജയദ്രഥൻ്റെ ശിരസ് ഛേദിച്ചു. ജയദ്രഥൻ്റെ തല തപസ് ചെയ്യുന്ന തൻ്റെ പിതാവിൻ്റെ മടിയിൽ വീഴ്ത്തി. അല്ലായിരുന്നുവെങ്കിൽ അർജുനൻ്റെ തല പൊട്ടിത്തെറിക്കുമായിരുന്നു. അങ്ങനെ ഭഗവാൻ അർജുനനെ എൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് രക്ഷിച്ചു, അഗ്നിപ്രവേശത്തിൽ രക്ഷിച്ചു. ചുരുക്കി ഇത്ര മതി. ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, കിമിവനഹി ഭവാൻ പാണ്ഡവാനാം അകാർഷേത്. ഇതാണത്. ഭഗവാൻ എന്തു തന്നെ ചെയ്തില്ല പാണ്ഡവരെ രക്ഷിക്കാനായിക്കൊണ്ട് ആ ഭാഗം. രണ്ടാമത് ഒരു ചോദ്യം വിസ്തരിച്ച് പറയാനാവില്ല, ചുരുക്കി പറയാം. ഭീഷ്മരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗീതയുമായിട്ടുള്ള ബന്ധം, ഭീഷ്മർ പാർത്ഥസാരഥിയെ കണ്ടുകൊണ്ടാണല്ലോ അന്ത്യമുണ്ടായത്. ഭീഷ്മസ്തുതിയൊക്കെ അതല്ലേ, അതിനെക്കുറിച്ചാണ്. ആ ദേവവ്രത ഗീത എന്ന് തന്നെയാണ് പറയുക അതിനെക്കുറിച്ചാണ് ചോദ്യം. അത് വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് ഭീഷ്മസ്തുതിയിൽ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ പറയാതിരുന്നത്. പറഞ്ഞാൽ നീണ്ടുപോകും. അവിടെ വാസ്തവത്തിൽ വളരെ റിലവൻ്റായിട്ടുള്ള ശ്ലോകം സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാഹൃതവതി പാർത്ഥസഖേരതിർമ്മമാസ്തു. ഭഗവാന്റെ വീര്യമാണ് അവിടെ കാണിക്കുന്നത്. മയേവേതേ നിഹത പൂർവമേവ നിമിത്തമാത്രം എന്നൊക്കെയല്ലേ ആ ശ്ലോകം. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ് വിമുഖസ്യ ദോഷബുദ്ധ്യാം കുമതിമഹരതാത്മവിദ്യയാം യശ്ചരണരതി പരമസ്യ തസ്യ മേസ്തു. ആ ജ്ഞാനയോഗം തന്നെ ഭഗവാന്റെ ജ്ഞാനമാണ് അവിടെ സൂചന. ഈ രണ്ട് ശ്ലോകങ്ങളാണ് ശരിക്കും പ്രധാനം. മനസ്സിലായോ? രണാരംഭത്തിൽ പാർത്ഥൻ്റെ പ്രാർത്ഥനയനുസരിച്ച് ഇരുസേനകളുടെയും മധ്യത്തിൽ തേര് നിർത്തി ആ സമയത്ത് ശത്രുസേനകളുടെ ആയുസ് തന്നെ ഒരു സ്വകടാക്ഷം കൊണ്ട് തന്നെ അപഹരിച്ച അങ്ങനെയുള്ള പാർത്ഥസാരഥിയിൽ പാർത്ഥസഖിയിൽ എൻ്റെ മനസ്സ് രമിക്കട്ടെ എന്നാണ് ഭീഷ്മരുടെ പ്രാർത്ഥന. പിന്നെ സ്വജനവധ ഭീതനായ അർജുനൻ്റെ കിരീടിയുടെ അജ്ഞാനത്തെ ആത്മവിദ്യോപദേശം ചെയ്ത് അകറ്റിയ ഭഗവാൻ അച്യുതൻ്റെ കാൽത്തടരിൽ എൻ്റെ മനസ്സ് ആനന്ദമടയട്ടെ. ഇതാണ് രണ്ട് പ്രാർത്ഥനകൾ. അതിൻ്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ കുറച്ച് നീണ്ടുപോകും. കുന്തിസ്തുതി കഴിഞ്ഞിട്ട് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. അർജുനൻ പൂർവ്വതാപിയാണ്. ഇതാണ് യുദ്ധത്തിന് മുമ്പ് അർജുനന് സംശയങ്ങൾ വന്നു. ധർമ്മോത്തരം അങ്ങനെയല്ല, പശ്ചാത്താപിയാണ്. യുദ്ധത്തിന് ശേഷമാണ്. ഈ കുന്തിയുടെ മനോഹര സ്തുതി കേട്ട് ഭഗവാൻ ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് ധർമ്മോത്രരോടും സുഭദ്രയോടും മറ്റും യാത്ര ചോദിക്കുന്നതിനായിട്ട് കൊട്ടാരത്തിനകത്തേക്ക് കിടക്കുന്നുണ്ട്. ധർമ്മോത്രൻ ശ്രീകൃഷ്ണനെ പോകാൻ അനുവദിച്ചില്ല. അങ്ങനെയാണ്. വ്യാസനും കൃഷ്ണനും മറ്റു പലതും പറഞ്ഞിട്ടും യുധിഷ്ഠിരൻ്റെ മനസ്സിന് ഒട്ടും ശാന്തി ലഭിച്ചില്ല. യുദ്ധം മൂലം വന്നുകയറുന്ന അജ്ഞാതിവധം, ബന്ധുവധം, അജാതശത്രു ആയ ഈ ധർമ്മോത്രയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. ക്ഷത്രിയ ധർമ്മത്തെ അദ്ദേഹം അപലപിക്കുന്നുണ്ട് ഇവിടെ. പാപപരിഹാരമായി വിധിച്ച ആ അശ്വമേധം യാഗങ്ങളിലൊന്നും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. മനഃശാന്തിക്ക് വേണ്ടി എന്ത് ചെയ്തു? വാസുദേവനും വ്യാസാദികളും
സഹോദരന്മാരും ഒക്കെ കൂടി ചേർത്ത് യുധിഷ്ഠിരൻ, ഭീഷ്മപിതാമഹൻ, ശരശയനത്തിൽ കഴിയുന്ന ഭീഷ്മരെ കാണാൻ കുരുക്ഷേത്രത്തിലേക്ക് യാത്രയാവുകയാണ്. പാണ്ഡവരും കൃഷ്ണനും പിതാമഹനെ പ്രണാമം ചെയ്തു. എല്ലാ ബ്രഹ്മർഷികളും ദേവർഷികളും രാജർഷികളും ഒക്കെ ഉണ്ട് അവിടെ. ഭീഷ്മരവരെയൊക്കെ മനസ്സുകൊണ്ട് പൂജിച്ചു. ഭഗവാനെ കണ്ടപ്പോൾ ഭീഷ്മരുടെ ഭാവമൊക്കെ അവിടെയുണ്ട്. പാണ്ഡവരെ വാത്സല്യപൂർവ്വം ഭീഷ്മരെ നോക്കി. എന്നിട്ട് പറയാണ്, ഭഗവാനെയും ഭാഗവതന്മാരെയും ധർമ്മത്തെയും ഒക്കെ ആശ്രയിച്ചു വാഴുന്ന ഹേ പാണ്ഡവരെ, നിങ്ങൾക്ക് ധർമ്മപുത്രാദികളെ നിങ്ങൾക്ക് ക്ലേശം ഏർപ്പെട്ടത് വലിയ കഷ്ടം തന്നെ. എന്തൊരു അന്യായം! നിങ്ങളുടെ പിതാവ് പാണ്ഡു പരലോകം പ്രാപിച്ചപ്പോൾ അമ്മ കുന്തി എത്ര ക്ലേശം സഹിച്ചാണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് അറിയോ? എല്ലാം കാലത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് കരുതാം. രാജാവ് ആരാ? ധർമ്മസുതനാണ്. സഹായത്തിന് ഗതാപാണിയായ ഭീമസേൻ, അണ്ഡീവധാരിയായ അർജുനും സുഹൃത്തായി സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനുണ്ട് നിങ്ങൾക്ക്. എന്നിട്ടും വിപത്തുകൾ ഏർപ്പെട്ടുവല്ലോ. ഭഗവാന്റെ ഇച്ഛ എന്തെന്ന് ആർക്കറിയാം? ഹേ യുധിഷ്ഠിര, സർവവും ഈശ്വരസങ്കല്പമെന്നുറച്ച് തൻ്റെ സ്വധർമ്മം, രാജ്യപരിപാലനം, പ്രജാപരിപാലനം ചെയ്യുക. അങ്ങനെ പറഞ്ഞ് എല്ലാ ധർമ്മങ്ങളും പറഞ്ഞു കൊടുക്കുന്നു, സകല ധർമ്മങ്ങളും. ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. എന്നിട്ട് ദേവവ്രതൻ കൃഷ്ണനെ സ്തുതിക്കുക. അതാണ് സന്ദർഭം. ഏതൊരുവനെ കൊണ്ട് കണ്ണടച്ചാൽ വൈകുണ്ഠം പ്രാപിക്കുമോ? ഒരു കൈയിൽ ചമ്മട്ടിയും മറ്റൊരു കൈയിൽ കടിഞ്ഞാണും പിടിച്ച് അർജുൻ്റെ രഥത്തിൽ മുൻപിലിരുന്ന് തേരോടിക്കുന്ന ആ പരമ്പൊരുളിൽ മരണമെടുത്ത എൻ്റെ മനം സദാ രമിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. സർവാത്മന ശരണം പ്രാപിക്കുകയാണ് ഞാൻ. എന്താ പറയുക, ശ്രീഭഗവാന്റെ കാലിണ നെഞ്ചകത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ശരീരത്തെ വെടിയുന്നു എന്നും പറഞ്ഞാണ് ദേവവ്രതൻ്റെ ശരീരം ശാന്തമായത്. അവിടെ തന്നെ ആണ് ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സന്ദർഭം. അവിടെ യുധിഷ്ഠിരൻ ചോദിക്കുന്നതിന് മറുപടി പറയാണ്, കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം തുവന്തക്കം കമർച്ചന്ത പ്രാപ്നുയോർമാനവാശുഭം കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മത കിം ചപൻ മുച്യതേ ജന്തുർ ജന്മസംസാരബന്ധനാത്. അതിന് ഭീഷ്മൻ മറുപടി കൊടുക്കുന്നതാണ്, ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോത്ഥിത തമേവ ചർച്ചയൻ നിത്യം ഭക്തിയാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ യജമാനസ്തമേവ ച അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദിയോ ഭവേത്. അങ്ങനെ പറഞ്ഞു പോവാണ്. യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷഭി പരിഗീതാനി തനി വക്ഷ്യാമി ഭൂതയേ എന്ന് പറഞ്ഞിട്ടാണ് വിശ്വം വിഷ്ണു തുടങ്ങിയ നാമങ്ങൾ പറയുന്നത്. ഇതാണ് സന്ദർഭം. ഇതിൽ കൂടുതൽ പറഞ്ഞാൽ നീണ്ടുപോകും. ഇത്ര മതി. അതിൽ ഭീഷ്മസ്തുതിയിൽ പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങൾ ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു. സപതി സഹ്യജോ നിശമ്യ മധ്യേ നിജപരയോർബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷാഹൃതവതി. ഒറ്റ നോട്ടം കൊണ്ട് പാർത്ഥസഖേരതിർമ്മമാസ്തു വ്യവഹിതപ്രതനാമുഖം നിരീക്ഷ്യ, ആ യുദ്ധകളം നോക്കിക്കൊണ്ട് സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരത ആത്മവിദ്യയാ. അവിടെ കൊടുത്ത ആത്മവിദ്യയാണ്. അർജുനന് കൊടുത്തത് കുറേ കൂടുതൽ പട്ടാളക്കാരെയല്ല, അല്ലെങ്കിൽ ആയുധങ്ങളെയല്ല, ധനമല്ല കൊടുത്തത്. യുദ്ധത്തിന് വേണ്ടി എന്താ കൊടുത്തത്? ആത്മവിദ്യയാണ്. യശ്ചരണരതി പരമസ്യതസ്യമേസ്തു. ഇപ്പം 2 ചോദ്യങ്ങൾക്കും ചുരുക്കി ഉത്തരം പറഞ്ഞു. ഇനി മറ്റ് സന്ദർഭം വരുമ്പോൾ നോക്കാം നമുക്ക്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ചിലത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതുമായി ബന്ധമില്ലാത്ത ചോദിച്ചാൽ ഇപ്പോൾ പറയില്ല. ഇപ്പോൾ ഗീതാ സന്ദേശമാണ് ഇനി പ്രധാനം നമുക്ക്. ഇതൊക്കെ പശ്ചാത്തലമാണ്. അപ്പോൾ 1-ാം അധ്യായം അർജുന വിഷാദയോഗവും ഒരു സമസ്യാദർശനം മാത്രമാണ്. 2-11 മുതലാണ് ശരിക്കും ഗീതാ സന്ദേശം അതിൻ്റെ പൊരുൾ വരിക. അപ്പോൾ അവിടെ എത്തട്ടെ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമഷിഭ്യോ നമഃ പരമഷിഭ്യ. ഹരി ഓം.